ഗുരുവായൂർ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് കൃഷ്ണനാട്ടം. ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ അവതാരം മുതൽ സ്വർഗാരോഹണം വരെയുള്ള ലീലകളെ ആസ്പദമാക്കി 8 ദിവസങ്ങളിലായിട്ടാണ് ഈ കലാരൂപം അവതരിപ്പിക്കുന്നത്. 8 കഥകൾ: അവതാരം, കാളിയമർദ്ദനം, രാസക്രീഡ, കംസവധം, സ്വയംവരം, ബാണയുദ്ധം, വിവിധവധം, സ്വർഗാരോഹണം. ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ വടക്കേ നടയിലുള്ള കൂത്തമ്പലത്തിലാണ് കൃഷ്ണനാട്ടം നടക്കുന്നത്. സാധാരണയായിട്ട് രാത്രി ക്ഷേത്രനട അടച്ചതിന് ശേഷം ഏകദേശം 10 മണിക്കൊക്കെ ശേഷമാണ് ഇത് ആരംഭിക്കുന്നത്. ഭക്തർക്ക് വഴിപാടായി കൃഷ്ണനാട്ടം കളിപ്പിക്കാവുന്നതാണ്. ഓരോ കഥയ്ക്കും പ്രത്യേക ഫലങ്ങളുണ്ടെന്നാണ് വിശ്വാസം. ഇനി ഗുരുവായൂർ കൃഷ്ണനാട്ടത്തിൻ്റെ ഉത്ഭവത്തിന് പിന്നിൽ ഭക്തി നിർഭരമായ ഒരു ഐതിഹ്യമുണ്ട്. 17-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന മാനവേദൻ രാജാവുമായി ബന്ധപ്പെട്ടതാണ് ഇത് അറിയപ്പെടുന്നത്. മാനവേദൻ രാജാവ് വലിയൊരു കൃഷ്ണഭക്തനായിരുന്നു. ഗുരുവായൂരപ്പനെ നേരിൽ ദർശിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. അക്കാലത്തെ പ്രശസ്ത ഭക്തനായിരുന്ന വില്ലുമംഗലം സ്വാമിയോട് രാജാവ് തൻ്റെ ആഗ്രഹം അറിയിച്ചു. സ്വാമിയുടെ പ്രാർത്ഥനയിൽ ഒരു ദിവസം രാവിലെ ക്ഷേത്രത്തിലെ ഇലഞ്ഞിമര ചുവട്ടിൽ ഭഗവാൻ കുട്ടിക്കണ്ണനായി കളിക്കുന്നത് കാണാൻ രാജാവിന് സാധിച്ചു. ആവേശഭരിതനായ രാജാവ് ഭഗവാനെ കെട്ടിപ്പിടിക്കാൻ ഓടിച്ചെന്നു. എന്നാൽ വില്ലുമംഗലം എന്നോട് ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് ഭഗവാൻ പെട്ടെന്ന് തന്നെ അപ്രത്യക്ഷനായി. എങ്കിലും ഭഗവാന്റെ മയിൽപീലി രാജാവിൻ്റെ കയ്യിൽ കിട്ടിയെന്നും ആ പീലി ഉപയോഗിച്ചാണ് കൃഷ്ണനാട്ടത്തിലെ കിരീടം നിർമ്മിച്ചതെന്നും വിശ്വസിക്കപ്പെടുന്നു. ഭഗവാന്റെ ആ രൂപം മനസ്സിൽ ധ്യാനിച്ച് മാനവേദൻ രാജാവ് 8 ഭാഗങ്ങളിലായി കൃഷ്ണഗീതി എന്ന സംസ്കൃത കാവ്യം രചിച്ചു. ഈ കാവ്യത്തെ ആസ്പദമാക്കി അദ്ദേഹം രൂപപ്പെടുത്തിയ നൃത്തരൂപമാണ് കൃഷ്ണനാട്ടം. 8 ദിവസങ്ങളിലായിട്ടാണ് ഇത് ആടിക്കൊണ്ടിരിക്കുന്നത്. മാനവേദൻ്റെ സ്മരണയ്ക്കാണ്, അതായത് കൃഷ്ണനാട്ടത്തിൻ്റെ വേഷവിധാനങ്ങളും ചടങ്ങുകളും ഇപ്പോഴും മാനവേദൻ രാജാവിനോടുള്ള ആദരവ് നിലനിർത്തുന്നു. ഐതിഹ്യപ്രകാരം ഭഗവാന്റെ സ്വർഗാരോഹണം കണ്ട് മാനവേദൻ അതീവ ദുഃഖിതനായി. അതിനാൽ അടുത്ത ദിവസം ഭഗവാന്റെ ജനനം, അതായത് അവതാരം കൂടി കളിച്ച് ആ സന്തോഷത്തോടെ വേണം വഴിപാട് അവസാനിപ്പിക്കാൻ എന്ന് അദ്ദേഹം നിശ്ചയിച്ചു. ഇന്നും ഈ ആചാരം തുടരുന്നു. ഭഗവാന്റെ ലീലകൾ നേരിട്ട് കാണുന്ന അനുഭവം നൽകുന്നതിനാലാണ് കൃഷ്ണനാട്ടം ഗുരുവായൂരിലെ ഏറ്റവും വിശേഷപ്പെട്ട വഴിപാടായി മാറിയത്.